ജനൽ എടുത്തുമാറ്റാൻ സാധിക്കുന്നില്ലെങ്കിലോ അകത്ത് സ്റ്റീൽ ഫ്രെയിമുകളുള്ള ആ ഫ്ലോട്ടിംഗ് ജനലുകൾ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ജനലുകൾ നിങ്ങൾക്കറിയില്ലേ? അവ വെറുതെ അടിച്ചു തകർക്കാൻ പറ്റില്ല. സാധാരണയായി ആദ്യം മാർബിൾ വെച്ചതിന് ശേഷം ജനൽ ഫ്രെയിം സ്ഥാപിക്കുകയും അതിനു മുകളിൽ തലയണകളോ കിടക്കകളോ അടുക്കി വെക്കുകയുമാണ് പതിവ്. എന്നാൽ ഓരോ തവണ ജനൽ തുറക്കുമ്പോഴും പൊടി എല്ലായിടത്തും പറക്കും. കാലക്രമേണ അതൊരു പാഴ്വസ്തുക്കൾ കുമിഞ്ഞുകൂടുന്ന സ്ഥലമായി മാറും. ഒരുപാട് സ്ഥലം വെറുതെ പാഴായി പോകുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു മികച്ച പുനരൂപകൽപ്പന റീഡിസൈൻ ആവശ്യം. ആദ്യം ജനലിന്റെ ഒരു ഭാഗം വർക്ക് ഡെസ്കായി മാറ്റുന്നു. ഭിത്തിയുടെ പ്രതലം ഏകദേശം 30 സെന്റിമീറ്റർ പുറത്തേക്ക് നീട്ടുന്നതിലൂടെ കാലുകൾ സൗകര്യമായി നീട്ടിവെക്കാൻ സ്ഥലമുണ്ടാകും. ഇത് ഭർത്താവിന്റെ ജോലിസ്ഥലമായി മാറുന്നു. മൂലയിൽ പുസ്തകങ്ങളും അലങ്കാര വസ്തുക്കളും സൂക്ഷിക്കാൻ മുകളിലായി ഒരു കാബിനറ്റ്, ഓവർഹെഡ് ക്യാബിനറ്റ് ചേർക്കുന്നു. അതിനടിയിൽ ഒരു രാത്രിമേശയ്ക്ക് നൈറ്റ് സ്റ്റാൻഡ് പകരം ഒരു ചെറിയ കാബിനറ്റ് വെക്കുന്നു. മൂലയിൽ കുടുംബത്തിലെ വിലപിടിപ്പുള്ളവ, രേഖകൾ സൂക്ഷിക്കാൻ അനുയോജ്യമായ ഒരു സേഫ് വെക്കാനുള്ള സ്ഥലം പോലുമുണ്ട്. ജനൽ ഫ്രെയിം മരപ്പലകകൾ കൊണ്ട് മൂടുകയും അന്തരീക്ഷം ആകർഷകമാക്കാൻ LED ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതിനടുത്തായി വിശ്രമിക്കാൻ സുഖപ്രദമായ ഒരിടം, കോസി ചിൽ ഔട്ട് സ്പോട്ട് ഉണ്ടാക്കുന്നതിനായി മൃദുവായ ഒരു കുഷ്യൻ ചേർക്കുന്നു. അതിനടിയിൽ അധിക സാധനങ്ങൾ സൂക്ഷിക്കാൻ വലുപ്പങ്ങളുള്ള പടികൾ, ഡ്രോ സ്റ്റെപ്സ് നിർമ്മിക്കുന്നു. അതിനരികിലായി ഭാര്യയുടെ ഹാൻഡ്ബാഗുകളും മേക്കപ്പ് സാധനങ്ങളും വെക്കാനായി മറ്റൊരു ഓവർഹെഡ് കാബിനറ്റ് ചേർക്കുന്നു. തയ്യാറെടുക്കുന്നതിന് വളരെ സൗകര്യപ്രദമായ ഒരു വാനിറ്റി ടേബിളും മുഖം നോക്കി ഒരുങ്ങാനുള്ള മേശ നീട്ടി സ്ഥാപിക്കുന്നു. കൂടുതൽ സുരക്ഷിതമാക്കാൻ മേശയുടെ മൂലകൾ ഇടുന്നു. ഹെയർ ഡ്രയർ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിനായി നടുവിൽ ഒരു പവർ ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനും മറക്കരുത്. ഇത്തരത്തിൽ ജനൽ പുനരൂപകൽപ്പന ചെയ്യുന്നത്